നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ദില്ലിയിൽ നിന്ന്, അതായത് നമ്മുടെ കരോൾ ബാഗിൽ നിന്ന് നമ്മൾ പോണത് എവിടേക്കാണ്? നമ്മൾ പോണത് രാജസ്ഥാനിലെ ജയ്പൂരിൽ, രാജസ്ഥാൻ തലസ്ഥാനമായ ജയ്പൂരിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു അംബർ ഫോർട്ട് ഉണ്ട്. അമീർ ഫോർട്ട് എന്നും പറയും. രാജാ മാൻസിങ്ങിൻ്റെ കൊട്ടാരം ഒക്കെയാണത്. നമുക്ക് പോകാം കേട്ടോ. ഓക്കെ. ഇന്ന് രാവിലെ 4 മണിക്ക് ഞങ്ങളെ എല്ലാവരെയും ഗൈഡ് വന്ന് വിളിച്ച് ഉണർത്തി. ഞങ്ങൾക്കെല്ലാം കട്ടൻ കാപ്പിയും തന്നു. 5:30 വണ്ടി കയറാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും 5:30 കയറി. പക്ഷെ നോക്കൂ, 5:30 സമയത്ത് 6:30 പോലെ അത്രയും വെളിച്ചമുണ്ട് ഇവിടെ. കുറച്ച് നേരം എല്ലാവരെയും കാത്തിരുന്നു. എല്ലാവരും വന്നപ്പോൾ 6 മണിക്ക് സ്റ്റാർട്ട് ജയ്പൂരിലേക്ക്. വണ്ടി 6 മണിക്ക് തന്നെ വിട്ടു. നമ്മുടെ ഗൈഡ് 2 ഗൈഡുമാരുണ്ടായിരുന്നു. ഒരു ശ്യാംലാല്, വേറെ യാത്രകൾ പോയിട്ടുണ്ടാവും. ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പാർസൽ പോലെ പോകാറില്ല. കാണുന്ന കാഴ്ചകൾക്ക് കൺകുളിർക്ക് കാണുകയും യാത്ര ആസ്വദിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കരോൾ ബാഗിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. ഭക്ഷണം വഴിക്ക് വെച്ചതാ. കുറേ ദൂരം പോന്നപ്പോൾ ഒരു ഡൽഹി 88 എന്ന ഒരു ഹോട്ടല്, അവിടെ വെച്ചാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചേക്കണത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അവർ ഞങ്ങളുടെ ടൂർ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയിലുണ്ട് സാധനങ്ങളൊക്കെ. എല്ലാവരും അത്യാവശ്യം അവിടെ നടക്കണമെങ്കിൽ നടക്കുക, ബാത്റൂമിൽ പോകേണ്ടവർ ബാത്റൂമിൽ പോകുക. കുറേ നേരമായി, ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 6 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തതല്ലേ. ഇനി നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടരും. ഒരു 4-4.5 മണിക്കൂർ യാത്രയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇഡ്ഡലി വടയൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. എല്ലാവരും വളരെ ക്ഷമയോടുകൂടി അത് വാങ്ങി കഴിച്ച് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് രൂപേഷ്, കോഴിക്കോട് ജില്ല ബാലുശ്ശേരി സ്വദേശം. 5 വർഷമായി വിവേകാനന്ദ ട്രാവൽസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ നിന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുന്നതാണ് കണ്ണൂരിൽ നിന്ന് വന്ന രൂപേഷ്. സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം മറ്റുള്ളവരെ കൂടി പരസ്പരം പരിചയപ്പെടുത്താനായിട്ട് ക്ഷണിച്ചു. എല്ലാവരും പേരും കുടുംബ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് പരസ്പരം പരിചയപ്പെട്ടു. യാത്ര വീണ്ടും ഭംഗിയായിട്ട് തുടരുകയാണ്. പിന്നെ ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകും എന്ന കാര്യങ്ങളെക്കുറിച്ച് രൂപേഷ് കാര്യമായിട്ട് പറഞ്ഞു തന്നു. ഒരു ജീപ്പിൽ 8 പേര് എന്ന ക്രമത്തിലാണ്. നമുക്കൊരു ലോക്കൽ ഗൈഡ് ഉണ്ടാവും. നമുക്ക് കാരണം നിങ്ങൾക്ക് വിവരിച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജന്തർ മന്തർ, ടൈം കാൽക്കുലേഷൻ, സൂര്യപ്രകാശത്തിന്റെ മുമ്പിലോട്ട്, അത് കഴിയുന്നതും സൂര്യപ്രകാശം അസ്തമിയിൽ മുങ്ങാതെ എന്ന് നമുക്കത് കാണണം. അതിന് മുന്നോട്ട് സിറ്റി പാലസ്, രാജാവിന്റെ കൊട്ടാരങ്ങളും രാജാവ് വിദേശത്ത് പോകുമ്പോൾ ഗംഗാജലം സൂക്ഷിച്ച പാത്രങ്ങളും ഡൽഹി പാത്രങ്ങളും, ഹവാമഹൽ 986 കിലോമീറ്ററുകൾ കൂടിയ ഹവാമഹൽ. ഹവാമഹലിന്റെ കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞു തരാം. ജൽമഹൽ, ലാസ്റ്റ് ബിർള മന്ദിർ, ഇതൊക്കെയാണ് നമുക്ക് അവിടെ ജയ്പൂർ കാണാനുള്ളത്. പിന്നെ വൈകി നമ്മൾ അമീർ ഫോർട്ട് കണ്ടതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിച്ച് ബിർള മന്ദിർ, സിറ്റി പാലസ്, ഹവാമഹൽ എന്നിവ കണ്ടു കഴിഞ്ഞ് നേരെ റൂമിൽ റെസ്റ്റ്. ഏകദേശം രാജസ്ഥാൻ ബോർഡറിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ആരവല്ലി പർവ്വതത്തിന്റെ താഴ്വരയാണ് കാണുന്നത്. ആരവല്ലി പർവ്വതനിരയാണ്. നമുക്ക് പല സ്ഥലങ്ങളിലും ഗൈഡുമാർ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന പർവ്വതനിരകൾ നോക്കൂ, കണ്ടോ?
അരാവലി പർവ്വതനിരകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പണ്ട് സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൻ്റെ മണ്ണിലൂടെ ഉള്ള ഒരു വലിയ ഒരു പർവ്വതമാണ് അരാവലി പർവ്വതം, ആരവല്ലി പർവ്വതം എന്നൊക്കെ പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ കുറേ നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതമാണ്. ഇവിടെ നിന്നാണ് ഗ്രാനൈറ്റൊക്കെ കിട്ടണത്. മാർബിള്, ഗ്രാനൈറ്റൊക്കെ ഇവിടെ ധാരാളമുണ്ട്. നമ്മളറിയാലോ, നമ്മുടെ നാട്ടിലേക്കൊക്കെ മാർബിളും ഗ്രാനൈറ്റൊക്കെ കൊണ്ടുവരുന്നത് രാജസ്ഥാനിൽ നിന്നാണെന്നറിയാലോ. അപ്പോൾ ഈ പർവ്വതത്തിൻ്റെ അങ്ങേയറ്റെത്തുമ്പോൾ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് നമ്മളിന്ന് എത്താൻ പോകുന്ന സ്ഥലം, നമ്മുടെ ഡെസ്റ്റിനേഷൻ. എന്താണ്? അംബർ ഫോർട്ട്. അവിടേക്ക് പോകണമെങ്കിൽ കുറേ കഴിയുമ്പോൾ വാഹനം അങ്ങോട്ട്, നമ്മുടെ ബസ് അങ്ങോട്ട് പോകില്ല. പിന്നെ പോകണമെങ്കിൽ ആനപ്പുറത്ത് കയറിയിട്ട് പോകാം. അത് കൊട്ടാരം വരെ, അംബർ ഫോർട്ട് വരെ പോകും. അതല്ലെങ്കിൽ ജീപ്പുകളിൽ പോകാം. നമ്മൾ എന്തായാലും ജീപ്പിൽ പോകാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ. കാണാം നമുക്ക്. ഇപ്പോൾ മലയുടെ മുകളിലേക്ക് നമുക്ക് കൊട്ടാരങ്ങൾ കാണുന്നില്ല. വളരെ നേരെ നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന ആ പോയിൻ്റ്, ലക്ഷ്യസ്ഥാനം നോക്കൂ. അവിടേക്ക് നോക്കുമ്പോൾ അതിന് മുകളിൽ, ആ മലയുടെ മുകളിൽ കെട്ടിടങ്ങൾ, മതിൽ ഒക്കെ കാണാനുണ്ട് അല്ലേ. രാജാവിൻ്റെ കൊട്ടാരം, പിന്നെ പട്ടാളക്കാർ താമസിച്ചിരുന്ന, അതായത് സൈന്യം താമസിച്ചിരുന്ന സ്ഥലം ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. കൊട്ടാരത്തിന് ചുറ്റും മലയുടെ മുകളിൽ കോട്ട നിർമ്മിച്ചിരിക്കുകയാണ്. ശത്രുക്കളുടെ ആക്രമണമൊക്കെ വരുമ്പോൾ വളരെ സേഫായിട്ട് താമസിക്കാനായിട്ട്, ശത്രുക്കളെ ഓടിക്കാനായിട്ടൊക്കെ അവിടെ വെച്ചാണ് അവർ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുക. കണ്ടില്ലേ, വെള്ളം ഇപ്പുറത്ത് പുഴ പോലെ വെള്ളം, അതിനപ്പുറത്ത് മല, അതിൻ്റെ മുകളിൽ ചുറ്റും കോട്ട കെട്ടിയിട്ടുണ്ട്. അതിനുള്ളിൽ വലിയ കൊട്ടാരമൊക്കെ ഉണ്ട്. നമുക്ക് കാണാം, ദാ ജീപ്പുകൾ നിരന്ന് കിടക്കണ കണ്ടില്ലേ. ഈ ജീപ്പിലാണ് നമ്മൾ പോണത് കേട്ടോ. ഇനി palace area there. So now we are going to see that fort, and this is known as a Amber Fort. Some part is about 300 years old, some is 350 years old, 400 years old, but foundation of this fort is about 1000 years. So now we are going there. Our vehicle is just allowed to here, then we can hire the jeep. By the jeep, then we can go to the fort, and when we see the fort, jeep is waiting there, we are returning on the same jeep. So when you sit in the jeep, then remember your jeep number, we are returning on the same jeep. I am also explaining inside there everything, so please come in the group. Okay. കുറച്ചുകൂടി പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഗൈഡാണ് നമ്മളെ ഇപ്പോൾ അഭിസംബോധന ചെയ്തത്. ഇനി അദ്ദേഹം നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞു തരാം. എല്ലാവരും ജീപ്പിൽ കയറി, ദാ ജീപ്പുകൾ വിടാൻ പോവുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ഓരോരുത്തരെ അടുത്ത് പരിചയപ്പെടുന്നത്. മറ്റത് സീറ്റിലിരുന്നല്ലേ പരിചയപ്പെട്ടുള്ളൂ. ഇപ്പം നമ്മൾ തൊട്ടടുത്തിരുന്ന് പരസ്പരം പരിചയപ്പെടുന്നു. കൂടുതലറിയാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് കേട്ടോ. നമ്മളിനി വഴിയിൽ വെച്ച് സംസാരിച്ച് പരിചയപ്പെടുകയാണ് കേട്ടോ. ഫോട്ടോസ് വീഡിയോസൊക്കെ ഷെയർ ചെയ്യണമെന്ന് പറയുമായിരുന്നു അവർ.
സ്റ്റാർട്ടഡ് 1 2 3 4 എല്ലാ വണ്ടികളും ഇതാ പോയി. നമുക്കിനി അവിടേക്കുള്ള വഴിയൊക്കെ ഒന്ന് കാണാം. കണ്ടല്ലോ, നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ജലാശയമാണ്. മലയുടെ മുകളിൽ വലിയ ഒരു മതിൽ, അത് കോട്ട മതിൽ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ രാജാവിൻ്റെ അടുത്ത് എത്താനായിട്ട്. പിന്നെ സൈന്യമുണ്ട് അവിടെ പ്രതികരിക്കാനായിട്ട്. ഒരു ഒട്ടകം വരണം നോക്കൂ. രാജസ്ഥാനിലുണ്ടല്ലോ അല്ലേ ഒട്ടകം. പർവ്വതം നമ്മുടെ അടുത്ത് കാണാൻ പറ്റൂലേ, തൊട്ടടുത്തത് എത്ര ഹൈറ്റിലേക്ക് കാണൂലേ. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ, പർവ്വതത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ, മലയുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് മുന്നിൽ അല്ലേ. നമ്മുടെ വണ്ടി മുന്നോട്ട് ഒരു വലിയ പ്രവേശന കവാടം അതിമനോഹരമായി ചിത്രണം ചെയ്ത ഭംഗിയിൽ ആനയും ഒട്ടകവും ഒക്കെ ആലേഖനം ചെയ്യപ്പെട്ട നല്ല മനോഹരമായ ഒരു മതിൽക്കെട്ടോട് കൂടിയ ഗേറ്റ് കടന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു. ഇനിയും റോഡാണ്. അപ്പോൾ എത്ര പടിവാതിൽ കടന്നിട്ട് വേണമെന്നറിയോ അവിടെ എത്താനായിട്ട്. ഇനിയും ഒരു ഇടുങ്ങിയ നല്ല ഹൈറ്റിലുള്ള മറ്റൊരു പ്രവേശന കവാടം. വീണ്ടും കയറ്റമാണ്, നല്ല കയറ്റമാണ് കേട്ടോ ഇവിടെ. കയറ്റം ഇനിയും നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി. ചെക്കിങ് ഉണ്ട് കേട്ടോ. ഇവിടേക്ക് കടക്കുമ്പോൾ ഏത് അതിഥി വന്നാലും ചെക്ക് ചെയ്യുന്ന പറയണേ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. നമ്മളുടെ വണ്ടിയും ചെക്ക് ചെയ്തു, കടത്തി വിട്ടു. അത് വേണമല്ലോ അല്ലേ, സേഫ്റ്റിക്ക് അത് വേണം. നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ മല, ഇപ്പുറത്ത് താരത്തിലേക്കുള്ള വഴി. നമ്മുടെ റൈറ്റ് സൈഡിൽ കൊട്ടാരത്തിൻ്റെ മതിൽക്കെട്ടാണ് കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ അകലെ നിന്ന് കണ്ട ദൃശ്യം. മലയുടെ മുകളിൽ മതിൽ, കോട്ട. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള അറിയപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ഇവിടെ ഇറങ്ങുകയാണ്.
നല്ല കയറ്റാണ് കേട്ടോ, കയറാനായിട്ട് നല്ല പണിയാണ്. നല്ല വെയിലുമുണ്ട്, ശക്തമായ വെയിൽ. ചില ആൾക്കാരൊക്കെ കുടയൊക്കെ ചൂടിയിട്ട് നടക്കണത് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട് കണ്ണിലേക്ക് ചൂടടിക്കാണ്ടിരിക്കാനായിട്ട്. തൊപ്പിയൊക്കെ ഇവിടെ എല്ലാവരും വാങ്ങുന്നുണ്ട്, കാരണം ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. ഉണ്ട്, നമ്മൾ മതിൽക്കെട്ടിനകത്തേക്ക് കടന്നു. കയറിയിട്ടേ എല്ലാവരും കിതച്ചു. ഇനി ഇവിടെ വീണ്ടും ഒരു ഗേറ്റ് കൂടിയുണ്ട്. നമ്മൾ ഈ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ കിടക്കുന്നത്. എന്താണ് കരച്ചു നമ്മളിതാ വിശാലമായ മുറ്റത്തെത്തി. വാ ആളോ എടുത്തോളാം. എടുത്തോളാം. വെള്ളം ഭയങ്കരമായിട്ട് തായിക്കുന്നുണ്ട്. ശരി, നടന്നാൽ നമുക്കൊന്നും കിട്ടില്ല. ഡിസ്ക്രിപ്ഷൻസ് കിട്ടുമായിരിക്കും, പക്ഷെ കാഴ്ചകൾ കിട്ടില്ല. ഓ, നല്ല ചൂടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, വേഗത്തിൽ നടന്ന് അവിടെ കയറാം കേട്ടോ. എത്രയും പെട്ടെന്ന് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവിടെ നിൽക്കുകയാണ് നല്ലത്. ഇത് ഈ കൊട്ടാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. നോക്കൂ, ചൂടല്ലേ, നമുക്കിവിടെ കയറി ആശ്വസിക്കാം കേട്ടോ. ഇവിടുത്തെ തൂണുകളും അതുപോലെ സീലിംഗ് ഒക്കെ നോക്കൂ, 2 തരത്തിലുള്ള കല്ല് കൊണ്ടാണ്. വെളുത്ത കല്ലുണ്ട്, അത് മാർബിളാണ്. ചുമന്ന കല്ലുകളുണ്ട്, അത് സൺസ്റ്റോൺ ആണ് കേട്ടോ, റെഡ് സൺസ്റ്റോൺ, ചുവന്ന ഒരു കല്ലാണത്.
is the back portion of this building. That side some ruins. ഇവിടെ വെച്ചാണ് രാജാവ് പൊതുജനങ്ങളുമായിട്ട് മീറ്റിംഗ് കൂടുന്നത്. മന്ത്രിമാരും രാജാവൊക്കെ ഇവിടെ ഇരിക്കും, മുറ്റത്ത് പ്രജകളും. This portion is about 400 years old. This is used as a public meeting place. King's public meeting holding here. King sitting on the center here. Their ministers and other courtier members sitting upside. Public is sitting on the downside. We see two types of pillars here, white pillar and red pillar. White is the single pillar made by the marble. Second is the red pillar, two pillars combined with each other made by the sandstone. Two types of architect is mixed here, Hindu art and Mughal art. Single pillar representing Hindu art, double pillar representing the Mughal art. At the bottom of every pillar, we see some decoration of the leaves and flowers. This is part of Mughal art. Upper side elephant head, lotus flower in the front. This is part of Hindu art. So Hindu and Mughal art is mixed here. Main reason of this because one princess of this area married with a Mughal king. Princess named Mata Jodha, Mughal king is the Akbar. So Rajputs and Mughals are cooperated here, and cooperation is being seen everywhere in the art, in the culture, in the lifestyle everywhere. This part is built after this marriage, so both of combination is be here. And this side, this ground is the parade ground. When army go for a war, then army settle there. King look after the army from here. Then army go with this side gate, right side gate. Actually here is the two gates, one is the right side, one is the left side. So right gate is a front gate, and in the east side, so this is known as a sun gate. King, their family members, their guests using this gate, public using the back gate. Exactly if tourists come by the car and gate, they are using the back gate. Now we are also coming to that gate. And when tourists come by the walkway, they are using the front gate. And a lot of Indian movies is also shooted in this area. Some movies shooted on that side, some is shooted here, some is shooted inside there. Mughal Azam, Hamza Asad, Jodha Akbar, Veer Bill, Bajirao Mastani, lot of movies shooted here. That side we see very beautiful gate portion there. Gate is a British gate, about 300 years old. Painting at the gate is also about 300 years old. And painted with the natural colors. Natural colors made by the nature, by the vegetables, by the stone, by the flowers. Same type of colors is also using in the textile section. And we will go to the City Palace Museum. Then we see the 200, 300 years old king's queen dresses there, but no color fitted in any cloth. Same color also using on the textile. So we use some wooden blocks and different designs. So we dip in the natural color, then stamping on the cloth. So this work is known as a block printing work. This is a very famous work of Jaipur. Now in these days some industries also doing this type of work. So if you are interested, between the sightseeing or at the last of the sightseeing, then we can also see this type of work. How to print on the clothes. This is also very nice work to see. Sarees, bedsheet, dress material, lot of things is made by this type of printing procedure. When we are entering with that gate, then we see one very beautiful. ഇതിൻ്റെ വലത് ഭാഗത്തുള്ള മുറ്റത്ത് സൈന്യങ്ങൾ പരേഡ് നടത്തുന്ന സ്ഥലമാണ്. രാജാവ് സൈന്യങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ ഇവിടെ വെച്ച് തന്നെയാണ്. വലത് ഭാഗത്തുള്ള മുറ്റത്താണ് കേട്ടോ. ഇനി ഇവിടുത്തെ കരകൗശല വിദ്യകളൊക്കെ നോക്കാം. അതായത് ഇവിടുത്തെ ഈ എല്ലാ വർക്കുകളും മുഗളന്മാരുടെയും അതുപോലെ തന്നെ രജപുത്രന്മാരുടെയും രണ്ട് രാജവംശത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ളതും കലാപരമായിട്ടുള്ളതുമായിട്ടുള്ള എല്ലാ കൊത്തുപണികളൊക്കെ ഇവിടെ കാണാം. മഹാരാജ മാൻസിങ്ങിൻ്റെ സഹോദരിയായ ജോധാബായി അക്ബറിൻ്റെ പത്നിയാണെന്നറിയാലോ. അങ്ങനെ ആ ഒരു ബന്ധത്തിലൂടെയാണ് മുഗൾ അതുപോലെ തന്നെ രജപുത്ത് രണ്ട് രാജവംശക്കാരും തമ്മിൽ നല്ല ഒരു അടുപ്പുണ്ടായത്. വളരെ നല്ല ക്ലോസ് ആയിരുന്നു ഈ രണ്ട് രാജവംശക്കാരും. കാരണം ഈ ഒരു വിവാഹത്തിലൂടെ തന്നെ എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എന്താണെന്ന് നോക്കാം കേട്ടോ.
ഇവിടെ മുറ്റത്തൊരു തടാകം കണ്ടു. തടാകത്തിന് നടുക്കൊരു ഗാർഡനുണ്ട്. ഈ തടാകത്തിലെ വെള്ളം മഴവെള്ളം മാത്രം സംഭരിച്ചുണ്ടാക്കിയിട്ട് തടാകമാണിത്. ഇതിനുള്ള ഗാർഡൻ സാഫ്രോൺ ഗാർഡനാണ്. അതായത് കുങ്കുമപ്പൂ ഉണ്ടല്ലോ അതിനെ വളർത്തുന്ന നട്ടു വളർത്തുന്ന ഒരു ഗാർഡനാണ്. But saffron is protected very cool place. So not protected here, but it was tried here. So this is known as a saffron garden. Very beautiful design there. Zigzag design. Same design is also using in the carpets. Imagine if the green grass is everywhere in the garden. Between them, different colors of flowers there, like as a carpet there. Therefore, is also very famous for carpet work. That side is the steps. Where tourists come by the walkway, they are using the steps. And this is the slope way. In the morning time, elephant riding is also available here. So when tourists come by the elephant, they are also using this way. ഈ താഴെ കാണുന്ന വഴിയിലൂടെ രാവിലെ ഒരു എലിഫന്റ് റൈഡ്, അതായത് ആന സവാരി ഉണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ആനപ്പുറത്ത് കയറിയിട്ട് ഈ വഴിയിലൂടെ ഇവിടേക്ക് എത്തുക. നമുക്കും വരാമായിരുന്നു, പക്ഷെ നമ്മൾ ജീപ്പിലല്ലേ വന്ന്. കണ്ണട എടുത്ത് മാറ്റണം, നല്ലതാ. ഒരു മിനിറ്റ്. ഇതൊരു കണ്ണാടി മാളികയാണ്. ആയിരക്കണക്കിന് കണ്ണാടികൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചുമരിലും ഈ തട്ടിലൊക്കെ. നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കണ്ണാടിയിൽ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ കണ്ണാടിയിലും അതിൻ്റെ ഈ സൈഡിലേക്ക് വരാം കേട്ടോ, ഈ സൈഡിലേക്ക് വരാം. ഓക്കെ, ഒരു ഫ്ലാഷ് അടിച്ചോട്ടെ. നമ്മുടെ ഗൈഡുമാരായിട്ടുള്ള രൂപേഷും ശ്യാംലാലും നമുക്ക് നല്ല നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. ചില ഡിസ്ക്രിപ്ഷൻസും നമുക്ക് തരുന്നുണ്ട്. കണ്ടോ, ഇതിന് മുകളിലൊക്കെ നിറച്ച് കണ്ണാടികളാണ് വച്ചിരിക്കണേ. കണ്ടില്ലേ? ഇത് കണ്ടോ, നല്ല റൂംസാണിത്. അതിനുള്ളിലുണ്ട് മിറർ വർക്ക്. നമുക്കിനി മുകളിലേക്ക് കയറാം കേട്ടോ. എല്ലാവരെയും മുകളിലേക്ക് കൊണ്ടുപോകാം. ചെറിയ ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. ആരെങ്കിലും പുറത്ത് നിൽക്കണുണ്ടോ, ഇനി വരാനുണ്ടോ എന്നിങ്ങനെ നമ്മുടെ രണ്ട് ഗൈഡുമാരും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സ്റ്റോറി വേഗം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫോട്ടോ ഇല്ലെങ്കിൽ അന്നേരം അറിയാം. ഈ ഇടുങ്ങിയ വഴിയിലൂടെ കോവണികൾ കയറി നമ്മളിതാ മുകളിലേക്ക് എത്തുകയാണ്. 2ാം നിലയിൽ എത്തുകയാണ്. അവിടെ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് രാജാവ് ചുറ്റും വീക്ഷിക്കാനായിട്ടിരിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇവിടെ നോക്കാം നമുക്ക്. So royal ladies sit here and see the outside view. Public meeting view and other view you can see from here. These windows are made by the marble. That side is the army door.
Telescope is also available there. If you want to see by the telescope, then 20 rupees per head is the extra charges. 20 rupees. British flag. എന്തെങ്കിലും കണ്ടോ? അങ്ങ് അകലെയുള്ള ആ കൊട്ടാര സമുച്ചയം കണ്ടില്ലേ, ആ കോട്ടയുടെ അടുത്ത്, അവിടേക്കാണ് നമ്മളൊക്കെ നോക്കണത്. ഈ ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ അവിടെ വലുതായിട്ട് കാണാൻ സാധിക്കും. 20 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ചാർജ്. Telescope 20 rupees ticket and channel 4. Maharaja flag, General Factory, Watchtower, Army Fort. ടിക്കറ്റ് എടുത്ത എല്ലാ ആൾക്കാരും അവരവരുടെ ഊഴം കാത്ത് നിൽക്കുക. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇനി ഞാനായിരിക്കും അടുത്ത് നോക്കാം. അങ്ങ് അകലെയുള്ള ആ കോട്ടയുടെ സൈഡിൽ ഏറ്റവും അറ്റത്തുള്ള ആ കെട്ടിടമുണ്ടല്ലോ, അതിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലായിട്ടൊരു കൊടിയുണ്ട്. ശബളമായ നല്ല പല വർണ്ണങ്ങളുള്ള ഒരു കൊടിയുണ്ട്. ആ കൊടി കാണണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, അവിടേക്ക് നമുക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഈ ടെലസ്കോപ്പിൽ കൂടെ നോക്കുക എന്നുള്ളതാണ് കാര്യം. 20 രൂപയാണ് അതിൻ്റെ ചാർജ്. അപ്പം എല്ലാവരും ഒക്കെ ഒന്ന് നോക്കി, അവിടെ കൊടി കണ്ടു, ഞാനും നോക്കുന്നു. അടിപൊളിയാണോ? കാണാൻ പറ്റുന്നു. അങ്ങകലെ ആ കോട്ടയുടെ അറ്റത്ത് ഒരു കെട്ടിടം ഉണ്ടല്ലോ, ചെറുതായിട്ട് കാണില്ലേ, അവിടെ ഇരുന്നിട്ട് ഭടന്മാർ ശത്രുക്കളെങ്ങാനും ആ ഭാഗത്തേക്ക് വന്നാൽ പെരുമ്പറ കൊട്ടുവത്രേ. അപ്പം അതിൻ്റെ സൗണ്ട് ഈ ഇങ്ങറ്റത്ത് നമ്മൾ കൊടി കണ്ടില്ലേ, ഇവിടേക്ക് വരുന്ന പറയുന്നത് ശബ്ദം കേൾക്കുത്രേ. ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് വിവരം രാജാവിനും കൊട്ടാരത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും. അവരുടനെ തന്നെ ശത്രുക്കളെ ഓടിക്കാനുള്ള സൈന്യത്തിൻ്റെയൊക്കെ തയ്യാറാക്കുന്ന പറയണം. എങ്കിൽ നമുക്ക് പോവാം. നിങ്ങൾ രണ്ടുപേരെ ഫോട്ടോ ഞാൻ എടുത്തേ. മാസ്ക് വെച്ചു. About 400 years old. അങ്ങനെ കേടായി പോയി കിടന്നത്. ഇതാണെങ്കിൽ കേടാവില്ലായിരുന്നു.
സഞ്ചാരത്തിന്റെ ഭാഗമായി ഇടുങ്ങിയ പാതയോരങ്ങളിലോട്ട് ഏറ്റവും പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇനി വരുന്നത്. രാജാ മാൻസിംഗിൻ്റെ കൊട്ടാരമാണ്. അദ്ദേഹത്തിൻ്റെ 12 പത്നിമാരും അവർക്കെല്ലാം സെപ്പറേറ്റായിട്ട് ഓരോ റൂമുകളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഏതൊരു ട്രിപ്പിൽ ഉണ്ടാവില്ലേ ബേക്കിൽ ഇന്ന് കോമഡി This is the oldest part of this building, Mansingh Palace. Building duration of Maharaja Mansingh, that's why known as the Mansingh Palace. This king having the 12 queens. So separate 12 portions here. This is for the one queen portion, 3-4 closed rooms here. This type of parameters, this type of open space. This is for the one queen. That side for the other one, that side for the other one, separate 12 portions here. Here this is the one multi-purpose tank for the water storage, also used like as a bathtub. Presently we use the hot water geysers in the winter season. So one hot water system there and the corner one another tank there. Downside one fireplace there, so this is a fireplace we water the water. That tank is connected with this tank from underground pipe. So hot water comes here by the pipe, then we use the hot water in the winter. So this is the geyser system, natural geyser system. And every portion is interconnected also. From the downside also, from the upper side also, from the central portion also. From the central portion we can see all the 12 portion at a time. Please go. ചൂട് കാലത്തും തണുപ്പ് കാലത്തൊക്കെ ഭൂമിക്കടിയിലൂടെ തണുപ്പ് കാലത്ത് ചൂടുവെള്ളവും ചൂട് കാലത്ത് തണുത്ത വെള്ളമൊക്കെ പ്രവഹിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു എയർ കണ്ടീഷൻ പോലെയാണ് നിലനിർത്തിയിരുന്നത്. Yes. Mama, acha, stop. Three open doors there. So these are the 3 entrance doors of the 3 portions. So 3 portions is this side, 3 on this side, 3 there, 3 on that side. So total 12 portions here. Downside, this is the queen's portion there. Upper portion, corner portion is the king's portion there. So little bit more beautiful portion there, little bit more marble using there. That portion is connected with every side. This side is the open gallery, other side is the covered gallery. Everywhere is the down steps there, so that portion is connected with every side. And this part is for the entertainment place of the royal ladies. That time female servants are singing and dancing here. King and queen seen by the downside, sometimes seen by this type of balcony. And this is also used for the celebration of different festival and other programs. So that time all the ladies collect here, celebrate the program and also for the family here. And lot of movies is also shooted here. If you have seen the Jodhpur movie, one fighting scene of the Jodhpur is shooted. Don't fighting the Jodhpur. And another scene is the big utensil using material you can see from the downside, upper side. So when we are returning back, so from that side, downside, we can see the big utensil. Then returning back to the big ground. From there, we are returning back to the sea. Okay? Yeah. And this part is always a cool place. And every side is about 20 to 30 feet wall there, but we can also feel the cool area. This is the good type of architecture in that. Good vastu. And this side is a very cool place. This whole building is built by the stones and the limestone. Limestone plaster there. For the jointing of the stone, we can also use the limestone. Limestone is also the natural air conditioner. So 4-5 degree up to 6 degree temperature controlled by the nature. So this side is a cool place. If just for the that side we can go there. Just for the few steps we can feel the hot difference. That side is very hot. This side is very cool. So every building we can feeling this type of coolness. ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടത്തുമ്പോൾ ഇവിടെ ഡാൻസ് പരിപാടി നടത്തുമ്പോൾ താഴെയുണ്ട് പിന്നെ മറ്റേ പത്മാവത് ഇവിടെ വേറെ മലയാള സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്നില്ല
ജയ്പൂരിലെ ഉണ്ടല്ലേ ഇന്ത്യൻ പ്രണയതയുടെ ഒരു ഭാഗം. ഇന്ത്യൻ പ്രണയകഥ. ആ ആ യെസ് യെസ്. അത് അജ്മീർ എന്നല്ല അവർ പറയണത് ആ സിനിമയില്. ജയ്പൂരിൽ അല്ല രാജസ്ഥാൻ. ആ മിലിറ്ററിന്റെ ബേസ് ചെയ്തിട്ട് ഒരു പടത്തിൽ ഒരു പാട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറേ ഷൂട്ടിംഗ് സംഭവം നടക്കും. എങ്ങനെ ചിന്തിച്ച് ഇത് പണിത് എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഹോട്ടലിൽ കോമൺ ആയിട്ടുള്ള സാധനമാണ് ഈ ഡാൻസിങ് ഹാള്, പബ്ലിക് മീറ്റിംഗ്. ഇവിടെ ജയ്പൂർ നിർമ്മിതമായ വസ്ത്രങ്ങൾ, ഭംഗിയുള്ള പ്രിൻ്റുള്ള വസ്ത്രങ്ങൾ, അതുപോലെ പെർഫ്യൂമുകൾ ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ നല്ല വിലയാണ്. ഇവിടുന്ന് ആരും വാങ്ങാനായിട്ട് ഉദ്ദേശിക്കണ്ട എന്ന് നേരത്തെ കൂട്ടി നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. കാരണം നല്ല വിലയാണ് ഇവിടെ. ഇവിടെയുണ്ടൊരു നല്ല കട. എവിടെയോ നല്ലൊരു പാട്ടും കൊട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, തുണി വിരിച്ചിട്ട് കുറച്ച് പേര് അവിടെ നിന്ന് കൊട്ടില് പാടലൊക്കെ ഉണ്ട്. കണ്ടോ, അതെന്താണെന്നറിയാമോ? പാവക്കളിയാണ്, പാവക്കൂത്ത്. ആദ്യത്തെ 2 മിനിറ്റ് അവർ വെറുതെ കാണിച്ചു തരും, സാമ്പിള്. അത് കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കണം. अभी आते हैं और 2 मिनट का शो कोई चार्ज वगैरह नहीं सर. ग्रुप अलग अलग हो गया बाद में आएगा. Excuse me, that's very show. No, we are going with them, right? Just only 2 because you are my first customer. Not because we have to be in a group, right? Just only 2 minutes. Only you can see. But I Come mean, here only first you can. it's okay. We'll come back. No issue. हेलो मुझे 2 मिनट फोन पे बात करना है. രാജസ്ഥാൻ നിർമ്മിതമായിട്ടുള്ള വിശിഷ്ടങ്ങളായ വസ്തുക്കളാണ് ഇവിടെ വിൽക്കാൻ വച്ചിട്ടുള്ളത്. ഇവിടെ പെർഫ്യൂമുകളുടെ മണം ഇവിടെ മൊത്തം ഈ പ്രദേശം മുഴുവനും വ്യാപിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. എന്തായാലും വാങ്ങാൻ നിന്നില്ല ഞങ്ങൾ. ഒമ്പോ അന്ന് സ്വാമി തീർക്കാം. ജയിൽ കണ്ടില്ലേ?
അമ്മ അവൻ്റെ ഉള്ളിൽ പോകാനായിട്ട് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും, മനസ്സിലായോ? മാത്രമല്ല അതൊക്കെ ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ്, മനസ്സിലായോ? അതൊക്കെ പറച്ചിലും, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മളോട് ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറരുതെന്ന് പറയണത്, മനസ്സിലായി? ആ പറഞ്ഞതാ. This is the exit of authorized money change. Hi sir. സ്ത്രീകൾക്ക് ബാത്റൂമിലോ ജെൻസിന് ബാത്റൂമിൽ പോകണമെങ്കിൽ പിള്ളേരുകളാണ് കേട്ടോ. There are 3 such underground storage tanks in the place located under the German palace. Being stored underground, the water will remain portable for a period of longer than usual, and evaporation losses were lower. Evaporation losses lower. കൊരങ്ങനാ വന്ന് കൊരങ്ങൻ. അങ്ങനെയുണ്ടല്ലോ. ആ സമയം കൊണ്ട് ഞാൻ നല്ല ഫോട്ടോസ് കിട്ടി. ഇത്ര നാളും ഗൈഡായിരുന്നു ഫ്രണ്ടിൽ, ഇപ്പൊ നമ്മളെ ഫ്രണ്ടിൽ. ഫോട്ടോ എടുത്ത് തരണോ? ഗംഭീര ഫോട്ടോസ് ഇവിടെ. ഓ നമ്മളെല്ലാവരും ദാ പുറത്തെത്തിയിട്ടോ. ഇനി നമുക്ക് വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേരാനായിട്ട് കാത്തിരിക്കുകയാണ് ഈ മരത്തിൻ്റെ തണലിൽ. ചുറ്റുമുള്ള ഈ കൊട്ടാര സമുച്ചയം ഫോർട്ട് ഒന്ന് നമുക്ക് വെറുതെ ഇങ്ങനെ വീക്ഷിക്കാം. കണ്ണൂക്കാരുണ്ട്, കാസർഗോഡുകാരുണ്ട്, നമ്മുടെ 2 ഗൈഡുമാരുണ്ട്. ഇവരൊക്കെ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരാണ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ, എറണാകുളം എന്നീ സ്ഥലങ്ങളിലുള്ള എല്ലാ ആൾക്കാരും ഒത്തുചേർന്നിരിക്കുകയാണ്. ആരും പരസ്പരം അറിയാത്തവരാണ്. മലേഷ്യക്കല്ലായിരുന്നു പുള്ളിയുടെ മെയിൻ. പുള്ളിയും ഏജൻസി ലോക്കൽ റൂമാണ് ചെയ്യുന്നത്. അടിപൊളി റൂം. ആ ബഡ്ജറ്റിലെ ടീമാ വരും. അതെ അതെ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസം ജയ്പൂരിലെ മാൻസിങ്ങിൻ്റെ കൊട്ടാരം, അതായത് അംബർ ഫോർട്ട്, അമീർ ഫോർട്ട് എന്നും പറയും,
ഇത് കണ്ടു. ഉച്ചയായി. കുറേ നേരം വേണം കാണാനായിട്ട്. ഒരു വട്ടമൊന്നും കണ്ടാൽ നമുക്കൊന്നും ആവില്ല. ഇനി ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. അത് ബാക്കി ഇവിടെ വെച്ചിട്ട് നമുക്ക് പോകാം. ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇനി വരാം. ആകെ പിടിച്ചോണ്ട പോലെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എടുക്കാൻ നിൽക്കണ്ട, മാക്സിമം ഫോട്ടോസ് എടുക്കാൻ തോന്നുന്നു. അല്ലാതെ ഇത് മനസ്സിലാകാനായിട്ട് അതെ. കൂളിംഗ് ഗ്ലാസ് നന്നായില്ലേ? സഹിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് കൂളിംഗ് ഗ്ലാസ് യൂസ് ചെയ്യേണ്ടത്. നമ്മളെത്തിട്ടോ. ആര് നോക്കണം? ആര് പെടുന്ന? ആർക്കെന്താ? നമുക്കെന്താ? അംബർല ആമീർ ഫോർട്ട് എന്നല്ലേ പറഞ്ഞേ? അമീർ ഫോർട്ട് എന്നല്ലേ പറഞ്ഞേ? ഇതാണ് മതില്. ഓ മൈ. ഹലോ. വെളിച്ചം പറഞ്ഞ എണ്ണം കിട്ടുന്നില്ല. 25 ആ ഗംഭീരമ്പലം. ഗംഭീരമ്പലം ಹೇಗೆ? ಹೆವಿ ಹೆವಿ. ക്യാമറ പിടിച്ച ആളെ മാത്രം നോക്കിയാൽ മതി. ജഗദീശ്വര ടെമ്പിൾ. നമ്മളെല്ലാവരും വണ്ടിയിൽ കയറാൻ വരികയാണ്. ഇതാ വീണ്ടും ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടോ, അവിടെ ഒരു വലിയ ടെമ്പിളിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട്. ജഗദീശ്വര ടെമ്പിളാണ് പറഞ്ഞത്. ഉണ്ടല്ലേ? എന്തായാലും അവിടേക്ക് നമ്മളെന്തായാലും പോകണില്ല. രാജാവൊക്കെ തൊഴാൻ പോയിട്ടുള്ള അമ്പലമായിരിക്കാം ഒരു പക്ഷേ. നമുക്ക് വണ്ടിയിൽ കയറാം. എല്ലാവരും എത്തി. ഓരോരുത്തരായിട്ട് അവരവരുടെ ഡ്രൈവറെ നോക്കി എല്ലാവരും നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ. നമ്മളും നമ്മുടെ വണ്ടിയിൽ കയറാൻ പോവാണ്. ഞാനും കയറി. യെസ്. അപ്പം അതാത് വണ്ടിയിലുണ്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇതാ ആ ടെമ്പിളിൻ്റെ ദൃശ്യം കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ, നേരത്തെ കണ്ട പോലെ നമ്മൾ നേരത്തെ ഒരു ഭാഗം മാത്രമേ കണ്ടിരുന്നുള്ളൂ. നമ്മളതിന് മുന്നിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ജീപ്പുകളെല്ലാം പൂർവ്വസ്ഥാനത്ത് എത്തിച്ചേർന്നു. നമുക്ക് ഈ ജീപ്പുകളിൽ നിന്ന് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബസ്സിലേക്ക് പോകാം. കണ്ടില്ലേ, राजस्थानी स्पेशल पुस्तक स्पेशल वाला राजस्थानी स्पेशल बनेगा। എല്ലാവരും ജീപ്പിൽ നിന്ന് നമ്മുടെ വണ്ടിയിൽ കയറി യാത്ര പോരാണ്. വിശപ്പുണ്ട്. നമ്മുടെ ഭക്ഷണമൊക്കെ വണ്ടിയുടെ ഉള്ളിലുണ്ടെന്നാണ് ഗൈഡ്സ് പറഞ്ഞത്. ഭക്ഷണം ഉണ്ടാക്കിയ ആൾക്കാരും അത് വിളമ്പി തരുന്ന ആൾക്കാരും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഈ കേരളീയ ഫുഡ് തന്നെയാണ് ഈ ടൂറിൻ്റെ ഏറ്റവും ഒരു നല്ല പ്ലസ് പോയിൻ്റ്. അതെത്രയും വേഗം നമുക്ക് കഴിക്കണം. നല്ല ഒരു സ്ഥലം അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് കാൽമുഖം കഴുകി വെള്ളം കുടിച്ച് ഭക്ഷണം കഴിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടാം. അതുവരേക്കും ബായ്. നമുക്കിനി അടുത്ത സ്ഥലം അടുത്ത പ്രാവശ്യം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ശരി, ഇറങ്ങാട്ടോ. ഊണ് കഴിക്കണ്ടേ? വരൂ വരൂ വരൂ.